ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് സെലക്ഷൻ ടൂളിനെ കുറിച്ചാണ്. അതിൽ തന്നെ രണ്ട് സെലക്ഷൻ ടൂളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ സെലക്ഷന്, രണ്ട് എലിപ്റ്റിക്കൽ. ആ പേര് പോലെ ആണ് ഇതിൻ്റെ സ്വഭാവവും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നമുക്ക് നോക്കാം. റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരും. അതിനോടൊപ്പം ഈ ഡ്രാഗ് ചെയ്യുന്നതിനോടൊപ്പം ഷിഫ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ക്വയർ ഷേപ്പിലേക്ക് മാറുന്നതായിട്ട് കാണാം. അപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പായി. ഈ ഷേപ്പ് എന്തിനാണ് സെലക്ട് ചെയ്യുന്നത്? ഈ സെലക്ട് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, നമുക്കിവിടെ കളർ കൊടുക്കാം. കളർ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയ ലെയർ ഇട്ട ശേഷമേ കളർ കൊടുക്കാവൂ. അതിനായിട്ട് ഞാൻ ഇവിടെ ഈ പ്ലസ് എന്ന് പറയുന്ന ഒരു ഐക്കണുണ്ട്. അതായത് ഈ ലെയറിന് താഴെ തന്നെ പ്ലസ്, അല്ലെ കൺട്രോൾ ഷിഫ്റ്റ് N ക്ലിക്ക് ചെയ്താലും മതിയാകും. അപ്പോൾ ഇവിടെ ഒരു പുതിയ ലെയർ വരും. ആ ലെയർ വന്നതിന് ശേഷം മാത്രമേ ഇവിടെ കളർ സെലക്ട് ചെയ്യുക. ഇവിടെ ഫോർഗ്രൗണ്ട് എന്ന് പറയും, ഇതിനെ ബാക്ക്ഗ്രൗണ്ട് എന്നും പറയാറുണ്ട്. കളർ സെലക്ട് ചെയ്യുന്നു. കളർ ഏതെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അതായത് ഇപ്പം ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ സെക്ഷനിൽ നിന്ന് ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വേറെ കളറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അവിടെ നിന്ന് നമുക്ക് കളർ സെലക്ട് ചെയ്യാം. കറക്റ്റ് ബ്ലാക്ക് നമുക്ക് വേണമെങ്കിൽ ഈ കോർണറിലേക്ക് ചെല്ലുമ്പോൾ, അതായത് ഏത് കളർ എടുത്താലും കുഴപ്പമില്ല, ഈ കോർണറിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ 000 എന്ന് എഴുതി കാണിക്കും. അതാണ് കറക്റ്റ് ബ്ലാക്ക്. അതല്ല കറക്റ്റ് വൈറ്റ് വരണമെങ്കിൽ ഏത് കളർ എടുത്താലും ഈ കോർണറിലേക്ക് കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ ഇവിടെ FF എന്ന് കാണിക്കും, അല്ലെങ്കിൽ 255 എന്നുള്ള രീതി കാണിക്കുന്നു ഇവിടെ. അതാണ് കറക്റ്റ് വൈറ്റ്. അപ്പോൾ ഞാനിവിടെ ഏതെങ്കിലും ചുമ്മാ ഒരു കളർ ക്ലിക്ക് ചെയ്യുന്നു, അതിൻ്റെ ഷോക്കെ കൊടുക്കുന്നു. ആ കളർ എങ്ങനെ ഇതിനകത്ത് ഫില്ല് ചെയ്യാമെന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിൽ ഫില്ല് ചെയ്യാം. ഒന്ന്, ഓൾട്ട് പ്ലസ് ബാക്ക് സ്പേസ് കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ ഇവിടെ പെയിൻറ്റ് ബക്കറ്റ് കിടപ്പുണ്ട്, അതെടുത്ത് ഒഴിച്ചാലും മതിയാകും. പെയിൻറ്റ് ബക്കറ്റിൻ്റെ ഷോർട്ട് കട്ട് G ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒഴിക്കാം. ഇപ്പോൾ ഞാൻ പെയിൻറ്റ് ബക്കറ്റ് എടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ സെലക്ട് ചെയ്ത് ഞാനിപ്പോൾ പറഞ്ഞു, സെലക്ട് ചെയ്തത് കളർ കൊടുക്കാൻ പറ്റുമെന്നാണ് ഒരു വഴി പറഞ്ഞത്. അപ്പോൾ ഞാൻ ഡ്രാഗ് ചെയ്തു, കളർ സെലക്ട് ചെയ്തു, കളർ ഒഴിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെലക്ഷൻ കളയണം. ആ കളയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട്, ഡീസെലക്ട്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഇതിനോടൊപ്പം ഞാൻ രണ്ടാമത്തെ ഉപയോഗം പറയുന്നതിന് മുമ്പ് തന്നെ വേറൊരു കാര്യം കൂടെ കാണിക്കാം. ഈ ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മളുടെ എഡ്ജ് സോഫ്റ്റൻ ആക്കാൻ വേണ്ടി ഇവിടെ ഫെദർ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ ഫെദർ എന്ന് പറയുന്നത് 0 പിക്സൽസ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 2 പിക്സലും ഇവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നു. അതിനുശേഷം പുതിയ ലെയർ ഇടണം. ലെയർ ഇട്ടില്ലെങ്കിൽ ഉള്ള കാര്യം ഞാൻ എങ്ങനെയാണെന്ന് ഇപ്പോൾ പറയാം. ലെയർ ഇടുക. അതിനുശേഷം ഇതേ കളർ തന്നെ ഞാൻ ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. പെയിൻറ്റ് ബക്കറ്റ് ഉപയോഗിച്ചും ചെയ്യാം, ഓൾട്ട് പ്ലസ് ബാക്ക് സ്പേസ് കൊടുത്താലും മതിയാകും. അതിനുശേഷം ഡീസെലക്ട് ചെയ്യാം, കൺട്രോൾ D അല്ലെ സെലക്ട് ഡീസെലക്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ മാറി. ഇതുപോലെ തന്നെയാണ് ഇവിടെയും. പക്ഷേ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എഡ്ജ് ബ്ലറാണ്, ഇതിൻ്റെ എഡ്ജ് ഷാർപ്പാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫെദർ എന്ന് പറയുന്ന സാധനം. എഡ്ജ് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ റെക്റ്റാങ്കിളിനൊന്നല്ല, വേറെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ആവശ്യമായിട്ട് വരും. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അടുത്തത് എലിപ്സ് ടൂളാണ്. എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെയാണ്, എലിപ്റ്റ് രീതിയിൽ വരും. മറ്റേത് സ്ക്വയർ ആകാൻ വേണ്ടി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഇവിടെ ഷിഫ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കറക്റ്റ് സർക്കിളായിട്ട് വരുന്നതായിട്ടും കാണാം. ഡ്രാഗ് ചെയ്ത ശേഷം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, ലെയർ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാമെന്ന്. ഇപ്പം ഞാൻ ലെയർ ഇടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ബുദ്ധിമുട്ടെന്ന് നമുക്ക് നോക്കാം. ലെയർ ഇടാതെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട്, ഇപ്പം ഗ്രീൻ തന്നെ കിടക്കുന്നു, ഞാൻ ഓൾട്ട് ബാക്ക് സ്പേസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ വന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഡീസെലക്ട് ചെയ്യുന്നു. കൺട്രോൾ D കൊടുക്കുക, അല്ലെ സെലക്ട് ഡീസെലക്ട് കൊടുത്ത ശേഷം ഇത് പോയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ മൂവ് ചെയ്യാനായിട്ട്, ഇത് അടുത്താണ് ഇരിക്കുന്നത്, സർക്കിളിനെ മാറ്റി വെക്കാമെന്ന് കരുതി ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മാറ്റി നോക്കാം. രണ്ടും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. കാര്യം ഇത് ലെയർ ഇട്ടില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ തംബ്നെയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ആ രണ്ടെണ്ണം ഒരുമിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ ഇതിനെ ഒന്ന് ഇങ്ങോട്ട് മാറ്റി നമുക്ക് നോക്കാം, മാറ്റാൻ പറ്റുന്നുണ്ട്. കാര്യം എന്താ, ഇത് സെപ്പറേറ്റ് ലെയറിനകത്ത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ അതിനെ വീണ്ടും എഡിറ്റ് ചെയ്യണം, മാറ്റണം, അല്ലെ കളർ ചെയ്യണം. എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ, വലിപ്പം കൂട്ടാനോ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തണമെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ലെയർ ഇട്ടിട്ടേ ചെയ്യാവൂ. ഓക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം, ഇതിൻ്റെ കളർ വീണ്ടും മാറ്റണമെന്ന് വിചാരിക്കുക. കളർ വീണ്ടും മാറ്റാനായിട്ട് ഈ ലെയറിൻ്റെ ഈ തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ആണ് പറയുന്നത്, ആ സെലക്ഷൻ തിരിച്ച് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് പിക്സൽസ് എടുത്താൽ മതിയാകും. അല്ലെ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് അവിടെ ക്ലിക്ക് ചെയ്താലും മതിയാകും, ആ സെലക്ഷൻ തിരിച്ച് കിട്ടും.
തിരിച്ച് കിട്ടിയ ശേഷം മാത്രമേ ഇവിടെ കളറ് നമ്മൾ എടുക്കുക. പഴയതുപോലെ കളർ എടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു, ഓൾട്ട് ബാക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കളർ വരും. അതുപോലെ തന്നെ നമുക്ക് ഡീസെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഒരു ഉപയോഗം, കളർ കൊടുക്കാവുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ എലിപ്റ്റോ എന്തെങ്കിലും എടുത്ത ശേഷം നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഭാഗമായിട്ട് ഡിലീറ്റ് ചെയ്യാനും പറ്റും. അത്രയും ഭാഗമായിട്ട് ഡിലീറ്റ് ആയി പോകുകയും ചെയ്യും. അത് ഏത് ലെയറിനകത്താണ് കിടക്കുന്നത് നോക്കണം. ഈ ലെയറിനകത്താണ് ഡ്രാഗ് ചെയ്തിട്ട്, ഇപ്പം ഞാൻ ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കുക, ഈ ഭാഗം ഗ്രീൻ പോകണമെന്ന് പറയാൻ നടക്കുന്ന കാര്യമല്ല. കാര്യം എന്താ, ഈ ഗ്രീൻ്റെ ലെയർ ഇതായിരുന്നു, ഇതേ സെലക്ട് ചെയ്തിട്ടാണ് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഭാഗം അത്രയും പോകും. ഓക്കെ അല്ലേ? അതാണ് അപ്പോൾ രണ്ടാമത്തെ വഴി. അപ്പോൾ ഞാൻ ഡീസെലക്ട് ചെയ്ത് കളയുന്നു. അതിനുശേഷം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ മാത്രമായിട്ട് ബ്രൈറ്റ്നസ്സോ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നസ് ഒക്കെ എവിടെ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇമേജിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിനകത്തൊക്കെ കാണും ബ്രൈറ്റ്നസ്സോ ലെവലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അവിടെ മാത്രമായിട്ട് എന്ത് ചെയ്യാം, ബ്രൈറ്റ്നസ് കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെ വേറെ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കും. ഇതിപ്പോൾ സർക്കിളും എലിപ്റ്റും മാത്രമല്ലാതെ വേറെ ഉപയോഗങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമുക്കിപ്പം അടുത്ത ക്ലാസ്സുകളിലൊക്കെ വരുമല്ലോ, ഇപ്പോൾ കുറച്ച് ഭാഗം ബ്രൈറ്റ്നസ് ഒക്കെ ആക്കണമെങ്കിൽ നമുക്ക് അത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സെലക്ഷൻ്റെ ഉപയോഗം വരുന്നത്. ഓക്കെ അല്ലേ?